ശ്രീനിവാസൻ എന്ന് പറയുന്ന മഹാന്റെ ഇവിടെ നല്ല സംശയമുണ്ടോ? മഹാന്റെ മകനല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ ഇരിക്കില്ല. അത് സത്യമാണ്. അതിൽ കൂടുതൽ സത്യമുണ്ട്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. രണ്ടാമത് ഈ ഹിപ്പോക്രൈറ്റ്, റെസിലിയൻസ് ഇങ്ങനെയുള്ള ചില വാക്കുകള് 3 പ്രാവശ്യം എൻട്രൻസ് തോറ്റിയ ഒരാൾ പറഞ്ഞതുകൊണ്ട് ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പറ്റത്തില്ല. തേങ്ങയാടി പറയുന്നേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അല്ല, ഓഡിയൻസിനെ കയ്യിലെടുത്തോണ്ട് അവരൊക്കെ കൈയടിച്ച് ഇടക്കിടക്കിടക്ക് ആദ്യം ശ്രീനിവാസനെ മനസ്സിലാക്കുക, എന്നിട്ട് വേണം ശ്രീനിവാസനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യാൻ. വിസ്ഡം എന്നെ പറ്റി ഷേക്സ്പിയർ പറഞ്ഞ എന്താന്ന് പറയാം. ആളുകളാ മുത്തച്ഛനെ ചീത്തയാക്കുന്നു. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നി. അല്ല, ഞാൻ മറുപടി പറയണോ? ഇപ്പൊ എന്താന്ന് വെച്ചാ ഈ ചേട്ടൻ ഇപ്പൊ ശ്രീനിവാസനെ മനസ്സിലാക്കുന്ന, ശ്രീനിവാസൻ ഏറ്റവും അടുത്തും ചേട്ടനോടോ ശ്രീനിവാസൻ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയ ആള് ഞാനാ, എന്റെ അച്ഛനാണ്. മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കി അത്രയൊന്നും ചേട്ടൻ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ശ്രീനിവാസനെ കുറിച്ച്. അതെന്തായാലും ഇല്ല. ഇതൊക്കെ പറഞ്ഞാലും എനിക്കൊരു കാര്യം പറയാം, എനിക്ക് ലോകത്തിൽ ഏറ്റവും സ്നേഹവും ഇഷ്ടമുള്ള മനുഷ്യൻ എന്റെ അച്ഛനാണ്. അയാള് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ലോകത്തിൽ എന്തും. പക്ഷേ അഭിപ്രായങ്ങളും നമ്മൾ ഐഡിയോളജിയിലും വ്യത്യാസം വരും. അത് അച്ഛനായിക്കോട്ടെ, മോനായിക്കോട്ടെ, നമ്മുടെ ഇതായിക്കോട്ടെ. അപ്പൊ എനിക്ക് പുള്ളി പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് എതിരഭിപ്രായമുണ്ട്. അത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്, താൻ ചിന്തിച്ചിട്ടുണ്ടോ? അതേ പുള്ളിയും അങ്ങനെ തുറന്നു പറയുന്ന ആളായത് കൊണ്ടാണ് ഇത് പറഞ്ഞത് കൊണ്ട്. ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചില്ലേ, അതുപോലെ എന്റെ അച്ഛൻ എന്നോട് ചോദിക്കില്ല. അതാണ് ചേട്ടൻ എന്റെ അച്ഛനും തമ്മിലുള്ള വ്യത്യാസം. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.